ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും സമയം അപ്പം 11 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഇപ്പോഴാണ് എനിക്കിങ്ങനെ ഓക്കെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് അതായത് പെട്ടെന്ന് എടുത്തതാണ്. അതുകൊണ്ട് രാവിലത്തെ ഇതൊന്നും ഇല്ല, 11 സംതിങ് ഒക്കെ ആയിപ്പോൾ. അപ്പം നമ്മൾ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെന്താ ചായ കുടിച്ചു, ആസ് യൂഷ്വൽ അതൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിനി എന്താ കുളിച്ച് വന്നിട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയർ ചെയ്യാണ്. ഇപ്പം നല്ല ചൂട് വന്നിട്ടുണ്ട്, അതായത് മഴയൊന്നും നിന്നപ്പോഴേക്കാണ് ഭയങ്കര ചൂടൊക്കെ. ഓക്കെ, അപ്പം നമ്മളിനി വേഗം നമ്മളെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ പൊതുവേ ചെയ്യുന്ന സ്കിൻ കെയർ എൻ്റെ റൂട്ടീനൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പ്രാവശ്യം. കാരണം എനിക്കൊരു സ്കിൻ അലർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാറുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പം ഇതാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് അവർ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, പിന്നെ രാത്രിക്ക് അടക്കമുള്ള ഓയിൻമെൻറ്റും അങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ അത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു ഫോട്ടോ സ്റ്റേബിൾ ആക്നീൻ്റെ? അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷൊക്കെയാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. ഇത് മാറുന്നവരെ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ ഒരു മാസം അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ എനിക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി യൂഷ്വൽ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാം. സൺസ്ക്രീന് 3 നേരമൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 3 നേരം. നമ്മൾ ലാസ്റ്റ് ഒരു സൺഡേ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, കരിയാത്തുംപാറ അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോയപ്പം ഭയങ്കര സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് പോയത്. പക്ഷെ എന്നാലും ഭയങ്കര ടാനിങ് സംഭവിച്ചിട്ട്, ടാനിങ് ആണ് അപ്പം ഭയങ്കര ടാനിങ് ആയി. അതുകൊണ്ട് ഇനി അതൊക്കെ നോക്കണം, ടാനിങ് ഒക്കെ ഒന്ന് മാറ്റണം. സോ ഇതാണ് ഇപ്പം നിലവിൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ. വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. രാത്രി കിടക്കുമ്പോൾ എനിക്കൊരു ഓയിൽമെൻ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യും. അപ്പം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. ഞാൻ ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോസിൽ എപ്പോഴും കാണിക്കാറുള്ളതാണ് ചെയ്യുന്നതായിട്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് എപ്പോഴും വീഡിയോസ് കാണിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഹെയറിൽ. കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ടല്ലോ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ കരിയാത്തുംപാറ പോയപ്പം അവിടെ നിന്ന് എടുത്തത് കേട്ടോ. ഇത് കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം എനിക്ക് തോന്നിയ മാതിരി എടുത്തത്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ടേബിളിൽ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിനി താഴേക്ക് പോകാം.
ജസ്റ്റ് ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ സ്ട്രോബെറി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞളും ഉപ്പിലും. ഇനി നമുക്കത് വാഷ് ചെയ്തിട്ട് കഴിക്കാം. ഹലോ. മിസ്റ്റർ ഹസ്ബൻഡ് മുട്ട ബോയിൽ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ സ്ട്രോബെറി കഴിക്കാൻ പോവാണ്. സ്ട്രോബെറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഇങ്ങനെ കഴിക്കണം എനിക്കിഷ്ടം. ഇങ്ങനെ ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. സോ ഞാൻ കുറച്ച് നേരത്തേക്ക് നാപ്പ് എടുക്കാൻ പോവാണ്. അപ്പം കുറച്ച് നേരം നാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ കാര്യമാണ്. പക്ഷേ ഞാൻ മേ ബി 2 hours ഒക്കെ ഇപ്പോൾ കിടക്കും. അങ്ങനെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കുളിച്ച് തന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ എനിക്കിന്ന് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം അത് ഞാൻ എപ്പോഴും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആക്കാൻ വേണ്ടി. അപ്പം നമുക്കതെടുക്കാൻ പോവാം. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ അത്യാവശ്യം യൂസ് ചെയ്തതുകൊണ്ട് അത് കളയണം. നമ്മളിങ്ങനെ സമയമാകുമ്പം അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയണം. അതുകൊണ്ട് ഞാനിനി പുതിയത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാനത് ആ റൂമിലാണ് വെക്കാറ്. ഇവിടെയാണ് കേട്ടോ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു സ്റ്റോറേജ് ഏരിയ. അപ്പം ഞാനിതാ യൂസ് ചെയ്യാറ്, അപ്പം ഓൾറെഡി ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഞാനത് ബോഡി ഓയിലിൻ്റെത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ എല്ലാം വേണ്ടതൊക്കെ ഞാൻ ഇതിലിങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലാം. സോ നമ്മളിത് ഇതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ത്രെഡിങ്ങും ചെയ്യാറുണ്ട്, ഷേവിങ്ങും ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഓരോന്നിനനുസരിച്ച് ഞാൻ ചെയ്യാറാണ്. അപ്പം അത്യാവശ്യം വലിയ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ ഞാൻ ഷേവിങ് മാത്രമാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ടൊന്ന് ഇതാക്കട്ടെ, എന്താ പറയുക, ഒന്ന് ഫോം ആക്കട്ടെ. ജസ്റ്റ് ഞാനിങ്ങനെ ഒന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. പൊതുവേ ഞാൻ ഫുൾ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഒരു അലർജി പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഐബ്രോസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ.
എടുത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം. ഇത് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കാം. ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങോട്ട് ടവൽസ് വെച്ചിട്ട് എപ്പോഴും തുടച്ചിട്ടാണ് ബാക്കി സ്കിൻ കെയർ എപ്പോഴും ചെയ്യാം കേട്ടോ. അതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇതിന് ഞാൻ കുറച്ച് സെറ്റ് ഇതുപോലത്തെ ടവൽസ് ഫേസിനായിട്ട് മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ എന്താ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ്ഫുൾ. അപ്പം ഞാൻ കുറച്ചായി നെയിൽസൊക്കെ ചെയ്തിട്ട്. സോ നമ്മൾ ഇത് കളർ എടുക്കും. മേ ബി ദിസ് വൺ. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം. ഓൾസോ നമ്മുടെ ഈ ഒരു ഇത് കാലിന് ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേത് വെച്ചിട്ട് കാല് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പം നഖമൊക്കെ എന്താ ഫുൾ നെയിൽസൊക്കെ പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം. അതിനാണ് മധുരം കൂടുതൽ. പതിനൊന്നേ മുക്കാൽ ഇപ്പം വർക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത പരിപാടി ഒരു കോഴിമുട്ട പൊരിക്കാനുള്ള പ്രോട്ടീൻ. യെസ്. അപ്പം പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും യെസ്.
സോ ഇതിൻ്റെ ലിറ്റിൽ കമ്പാനിയനാണ്.